ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാധിക വരുണിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ദേ ഒരു കാര്യം ഞാൻ പറയാം, നീ കള്ളം പറഞ്ഞതല്ലേടാ. നീ ആ റൂമിൽ കയറി നമ്മുടെ സ്വർണം മുഴുവനും മോഷ്ടിക്കാനല്ലേടാ നോക്കിയത്? കുടുംബ പാരമ്പര്യ സ്വത്തായ സ്വർണം മുഴുവനും മോഷ്ടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു വരുൺ? അതെ, ഞാനെല്ലാം മോഷ്ടിക്കാൻ തന്നെ നോക്കിയതാ. ഇനി അങ്ങനെയാണെങ്കിൽ അമ്മ അങ്ങനെ തന്നെ കരുതിക്കോ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാനത് മോഷ്ടിക്കാൻ നോക്കിയെന്നേ ഉള്ളൂ. പക്ഷേ അമ്മ പറഞ്ഞല്ലോ അത് കുടുംബ പാരമ്പര്യമുള്ള സ്വത്താണെന്ന്. അത് അമ്മയ്ക്ക് വല്ലതും കിട്ടുമെന്ന് അമ്മയ്ക്ക് വല്ല മനസ്സിൽ ഉണ്ടോ? ഉറപ്പായിട്ടും അത് കിട്ടില്ല. അമ്മയുടെ സ്വത്താണെന്ന് അമ്മ മനസ്സിലിട്ടുകൊണ്ട് നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, അമ്മ ഗീതുവിനോട് ചെന്ന് അതിൽ നിന്നൊരു മാല ഇത്തിരി നേരത്തേക്ക് ഇടാനൊന്ന് ചോദിക്ക്. അവൾ തരുമോ നോക്കാം. പാരമ്പര്യ സ്വത്താണ് പോലും, പാരമ്പര്യ സ്വത്ത്. പറയമ്മേ പറ, അമ്മ ഒരു മാല ചോദിച്ചു നോക്ക്, തരുമെന്നറിയാം. വരുൺ, നീ എന്തൊക്കെയാണ് പറയുന്നേ? ദേ എത്രയൊക്കെ ആയാലും ഒരു കാര്യം മനസ്സിലാക്കണം, കുടുംബം മുഴുവനും എന്തെങ്കിലും അമ്മ ഇവിടെ അന്യ തന്നെയാണ്. ഇവിടെ ഗീതുവാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എന്തൊക്കെ സംഭവിച്ചാലും ഗീതുവിനെ എതിർത്ത് അമ്മയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ആമാടപ്പെട്ടിയിൽ ഒരു മോതിരമോ കമ്മലോ അമ്മയ്ക്ക് കിട്ടില്ല. കുടുംബ പാരമ്പര്യ സ്വത്ത്, അതെ അത് ഗീതുവിൻ്റെ കയ്യിലേ ഇരിക്കും. ഇത് വരുണ പറയുന്നത്. പക്ഷേ അമ്മ ഒന്നോർത്തോ, ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയോട് മേടിച്ച 1 കോടി രൂപ കൊടുക്കാനുള്ള ബാധ്യത അമ്മയുടെ തലേ കൂടിയാ. അവസാനം നമ്മളെല്ലാവരും പെട്ടുപോകരുത്. നമ്മൾ രണ്ടുപേരും പെട്ടാലും ഇവിടെ ഗോവിന്ദേട്ടനും ഗീതുവിനും ഒരു കുഴപ്പം സംഭവിക്കില്ല. അവർ നമ്മളെ സഹായിക്കുക പോലുമില്ല. അങ്ങനെ ഓർക്കുമ്പോൾ അമ്മ ഒന്ന് ചിന്തിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ദേ ഒരു കാര്യം ഞാൻ പറയാം, എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നടക്കുന്നതൊക്കെ നമ്മൾക്ക് മാത്രമേ ബാധകമാവൂ. ഗീതുവും ഗോവിന്ദേട്ടനും തമ്മിൽ ഉള്ള സ്നേഹവും ബന്ധമൊക്കെ ഉദ്ദേശിച്ച് ഗോവിന്ദേട്ടൻ എല്ലാ സ്വത്തും ഗീതുവിനെ കൊടുക്കൂ, അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രാധിക ആകെ ഷോക്കായി നിൽക്കുക. മോനെ, ഞാൻ എന്താടാ ചെയ്യേണ്ടത്? പക്ഷേ ആ കുറവാ സംഘം അവരെ എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഉറപ്പായിട്ട് ഞാൻ കൊല്ലും അവരെ. ഇത് സത്യമാണ്. കുറവാ സംഘമല്ല, ഭാസ്കരേട്ടൻ എന്തായാലും വരുണിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ സ്വർണം എടുത്ത് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കൈ കൊടുത്തതെന്ന് ഉറപ്പാണ്. കാരണം അങ്ങനെ ഭാസ്കരേട്ടൻ എടുത്ത സ്വർണം ഭാസ്കരേട്ടൻ ഒളിച്ചു വെക്കാമായിരുന്നു. പക്ഷേ ഭാസ്കരേട്ടൻ അത് ചെയ്യാതെ ബാൽക്കണി വഴി ചാടി വരുണിനെ രക്ഷിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഭാസ്കരേട്ടൻ സത്യങ്ങൾ അറിഞ്ഞോ എന്നും ആലോചിക്കുകയാണ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടത് വരുൺ. അമ്മ എന്താ ഈ ആലോചിക്കുന്നത്? ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടും അമ്മയ്ക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായില്ലേ എന്നും വരുൺ ചോദിക്കുക. അപ്പോഴേക്കും രാധികയ്ക്ക് ഒരു കോള് വന്നു. ഹലോ, ഈ പാതിരാത്രി ഞാൻ എങ്ങനെ വരാനാ? ശരി വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഫോൺ കട്ട് ചെയ്തു. ആരാ വിളിച്ചത്? വെൽവിഷറാന്നാ പറഞ്ഞത്, നമ്മുടെ വെൽവിഷർ. അതുകൊണ്ട് നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാൻ വരുൺ. എങ്ങോട്ട്? ഈ പാതിരാത്രിയോ? ദേ ചേതൻ ഗ്രൂപ്പുകാർ നമ്മളെ തേടി അടക്കുക. ആവശ്യമില്ലാതെ പോയി അതിലൊന്നും ചെന്ന് ചാടരുത്. എടാ, ഇത് ഗുണ്ടകളല്ല, ആരോ മര്യാദയും മാന്യവുമായിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ദേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നുള്ള ആൾക്കാരല്ല. നീ റെഡിയാവും വരുൺ. ഇതിപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചതാണെങ്കിലോ? എന്നാൽ ശരി, ഞാൻ റെഡിയാവാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ റെഡി ആവാനായിട്ട് പോവുക. എന്നിട്ട് ആലോചിക്കുക, എന്തായാലും ഇത് ചേതൻ ഗ്രൂപ്പ് തന്നെയാണ്. സുവർണ പറഞ്ഞതുപോലെ നല്ലവരെ പോലെ വിളിച്ചിട്ട് അവർ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം സുവർണ പറഞ്ഞതുപോലെ ഗോവിന്ദേട്ടനോട് കാശ് മേടിക്കാനായിരിക്കും. എന്തായാലും റെഡിയായിട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ റെഡിയായതിനു ശേഷം കാറിൽ പോയി ഒരു കാട്ടിലിറങ്ങി നിന്നു. അമ്മേ, എനിക്കിവിടെ അത്ര പന്തികേട് തോന്നുന്നില്ല, നമുക്ക് പോകാം. എനിക്ക് പേടിയാവുന്നമ്മേ. നീ എന്തിനാ പേടിക്കുന്നേ? സുവർണ പറഞ്ഞ ഗുണ്ടകൾ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ സുവർണ പറഞ്ഞ ഗുണ്ടകൾ എങ്ങാനും തലക്കടിച്ച് വീഴ്ത്തുമോ? അങ്ങനെ വീഴ്ത്തിയ ബോധം പോവും, പിന്നെ ആരെയും മനസ്സിലാവില്ല. ഈശ്വര, എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുൺ ഇങ്ങനെ ഓരോന്നങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോഴേക്കും അമ്മേ, നമുക്ക് പോകാം അമ്മേ, എനിക്ക് പേടിയാവുന്നു അമ്മേ. ആ വരുന്നവർ നമ്മളെ കൊന്നാലോ? അങ്ങനെ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടേടാ വരുണേ. എന്തിനാ ജീവിച്ചിരിക്കുന്നേ? മരിക്കുന്നതല്ലേ നല്ലത്. ഇവിടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. അതുകൊണ്ട് കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നോട്ടേന്നേ എന്നും പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ഭാസ്കരൻ പിന്നിൽ നിന്നും, അങ്ങനെ നിന്നെ ഞാൻ കൊല്ലുമോ രാധികയെ? മരണത്തിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കുമോ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും രാധികയും വരുണും ഞെട്ടലോടുകൂടെ അവർ നോക്കിയപ്പോൾ ഭാസ്കരനെ കണ്ടതും, അങ്കിളച്ചൻ എന്താ ഇവിടെ? അപ്പം അങ്കിളച്ചനാണോ ഞങ്ങളുടെ വെൽവിഷർ? അതെ, ഞാൻ തന്നെയാണ് മോനെ.
അമ്മേ അങ്കിളച്ഛൻ്റെ കണ്ണിനൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ അതെനിക്ക് കണ്ട നാൾ മുതലേ മനസ്സിലായതാ മോനെ എന്നും രാധിക ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ രാധിക എന്തിനാ സത്യദാസ് സാറ് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? രാധികയെ ഇനിയും ആ വിളി വേണോ? എനിക്ക് ഒരേ ഒരു വാക്ക് കേട്ടാൽ മതി അമ്മേ. എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് അറിയണം. എൻ്റെ അച്ഛൻ എവിടെയാണ് ഉള്ളത് എന്നും വരുണ്ട അച്ഛൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്ക് രാധികയെ എന്നും പറയാ. മോനെ അത് ഞാൻ തന്നെയാണല്ലോ. ഹോ അങ്കിളച്ഛനെ ഞാൻ അങ്കിളച്ഛ എന്നാണല്ലോ വിളിക്കുന്നത്. അങ്കിളച്ഛൻ എൻ്റെ അങ്കിളച്ഛനാ. പക്ഷേ എനിക്ക് ജന്മം തന്ന എൻ്റെ സ്വന്തം അച്ഛനെ കാണാൻ എനിക്ക് കൊതിയായി. ഭാസ്കരൻ എന്ന് പറയുന്ന അച്ഛൻ എങ്ങനെയാ സത്യദാസ് അച്ഛനാവുന്നത്? ഭാസ്കരൻ അച്ഛൻ തന്നെയാണ് എൻ്റെ അച്ഛൻ, അല്ലാതെ സത്യദാസ് അല്ല. എന്താ രാധിക ഇത്? നീ എന്താ ഇവൻ ഇത്ര വിഡ്ഢിയായിട്ട് വളർത്തിയത്? എൻ്റെ ഭാസ്കരേട്ട അവൻ വിഡ്ഢിയല്ലായിരുന്നു ഭാസ്കരേട്ട. ജനിച്ചപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നല്ലോണം വളർത്തണമെന്ന് കരുതിയതാ. ഭാസ്കരേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇവനെ നല്ല നിലയ്ക്ക് വളർത്താൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഇവൻ ഇങ്ങനൊരു വിഡ്ഢിയായി പോകുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുവാണ്. അത് കേട്ടതും ആകെ ഇതായിട്ട് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ ചിരിയും വരും. അപ്പോൾ വരുൺ, നിങ്ങൾ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവില്ല. ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് എൻ്റെ ഭാസ്കരൻ അച്ഛനെ കാണണം. ഭാസ്കരൻ അച്ഛനാണല്ലോ എൻ്റെ അച്ഛൻ, പിന്നെ എങ്ങനെ സത്യദാസൻ അച്ഛനാവുന്നത്? എടാ മോനെ, ഇനിയും നിന്നോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. രാധികെ സത്യങ്ങൾ തുറന്നു പറ രാധികെ. വേണ്ട ഭാസ്കരേട്ട, അവൻ ഇനിയും സത്യങ്ങൾ അറിയാതിരിക്കുന്നതല്ലേ നല്ലത്. ഭാസ്കരേട്ടനെ ഇപ്പോഴും അവൻ അങ്കിളച്ഛന്നല്ലേ വിളിക്കുന്നേ. ആ വിളി അങ്ങ് തുടർന്നോട്ടെ. ആ വിളി അങ്ങ് തുടരാനാണോ രാധികെ എൻ്റെ കയ്യിൽ കിട്ടിയ സ്വർണം ഞാൻ ഗോവിന്ദന് തിരിച്ചു കൊടുത്ത് ഇവനെ രക്ഷിച്ചത്? എൻ്റെ രക്തം എന്നെ തിരിച്ചറിയണം. അതുകൊണ്ട് നീ സത്യങ്ങൾ തുറന്നു പറ എന്നും പറയുവാണ്. അത് കേട്ടതും നമ്മുടെ രാധിക, മോനെ നീ സത്യദാസ് അച്ഛാന്ന് വിളിക്കുന്ന ആൾ തന്നെയാടാ ഭാസ്കരൻ അച്ഛൻ. ഓ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് തെളിച്ചു പറ എന്നും വരുൺ ഒച്ചയിടുകയാണ്. ഇത് കേട്ടതും മോനെ ഞാൻ പറഞ്ഞല്ലോ, സത്യദാസ് അങ്കിളച്ഛനും ഭാസ്കരൻ അച്ഛനും ഒന്നാടാ. നിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാ എന്നും ഭാസ്കരൻ. അത് കേട്ടതും എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നേ? അതെ മോനെ, ഭാസ്കരൻ അച്ഛൻ ഇദ്ദേഹം തന്നെയാണ്. രാധികയും കൂടെ തലയാട്ടിയതും വരുൺ ഷോക്കായി. എന്താ ഞാൻ ഈ കേൾക്കുന്നത്? അപ്പം എൻ്റെ അച്ഛൻ ഇദ്ദേഹമാണോ എന്നും ചോദിക്കുകയാണ്. അതെ മോനെ, ഇത് തന്നെയാണ് നിൻ്റെ അച്ഛൻ. എന്നിട്ടെന്താ സത്യങ്ങൾ എന്നോട് തുറന്ന് പറയാതിരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഓടിച്ചെന്ന് അച്ഛാ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചതിന് ശേഷം ഭാസ്കരനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. എൻ്റെ അച്ഛ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അച്ഛൻ എൻ്റെ അടുത്തുണ്ടായിട്ടും അച്ഛനെ തേടി നടക്കുമായിരുന്നു ഞാൻ. എൻ്റെ അച്ഛനാണെന്ന് അച്ഛാ ഞാൻ അറിഞ്ഞില്ലല്ലോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് വരുണിൻ്റെ കരച്ചിൽ. ഭാസ്കരൻ, പേടിക്കണ്ട മോനെ, വിഷമിക്കണ്ട മോനെ, ഞാനില്ലേ നിൻ്റെ കൂടെ. പിന്നെ എന്തിനാ നീ കരയുന്നേ? കരയാതെടാ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ കണ്ണുനീരൊക്കെ തുടയ്ക്കുക വരുണിൻ്റെ. എന്തായാലും എൻ്റെ അച്ഛൻ്റെ പാത എനിക്കും പിന്തുടരണം. അച്ഛൻ ഇത്രയും നാളും ജോലി ചെയ്ത എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണണം. അച്ഛൻ എവിടെയൊക്കെ പോയി അവിടെയൊക്കെ എനിക്കും പോകണം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ അവിടെ നിന്ന് ഭാസ്കരനോട് പറയാം. അത് കേട്ടതും രാധിക, ഈശ്വരാ, ഭാസ്കരേട്ടൻ ഇത്രയും നാളും ജയിലിലായിരുന്നു. ആ ജോലിയാണോ ഇവന് വേണ്ടത് എന്നും ആലോചിച്ചുകൊണ്ട് വരുൺ ഈ സമയം, മോനെ നിന്നെ ഞാൻ കൊണ്ടുപോവാം. ഞാൻ ജോലി ചെയ്തിരുന്ന തീഹാറിലും ഡൽഹിയിലും പിന്നെ വേലൂരിലും കോഴിക്കോടും ഒക്കെ ഞാൻ നിന്നെ കൊണ്ടുപോകാം. എല്ലായിടത്തും ഞാൻ നിന്നെ കൊണ്ടുപോകാം. എല്ലായിടത്തും കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും നിന്നെ ഞാൻ കാണിച്ചു തരും മോനെ. ഈ അച്ഛൻ്റെ പാത നീ പിന്തുടരണം. ഈ അച്ഛനെ പോലെ നീയും ജീവിക്കണം. വലിയ നിലയിലെത്തണം. ഉയരങ്ങളിലെത്തി നീ നല്ലവനാവണം എന്നും ഭാസ്കരൻ നമ്മുടെ വരുണിൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുക. ജയിൽ പുള്ളിയായ ഭാസ്കരനാണ് വരുൺ നന്നാവണമെന്നും അച്ഛൻ്റെ പാത പിന്തുടരണമെന്നും അച്ഛനെ പോലെ ആകണമെന്നും ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടും രാധിക എന്ത് പറയണമെന്നറിയാതെ എങ്ങനെ നിൽക്കുകയാണ്. രാധികയെ, ഞാനൊരു കാര്യം പറയാം. അറയ്ക്കൽ തറവാട്ടിൽ നമ്മൾ ആരുമല്ല. രണ്ടാനമ്മയായ നീ വെറും രണ്ടാനമ്മ മാത്രമാണ്. അവിടെ മാധവൻ നായരില്ലാതെ നിനക്ക് ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അറയ്ക്കലിൽ നടക്കുന്ന ഓരോ കാര്യവും നമ്മൾ ഒരുമിച്ചായിരിക്കും ഗൂഢാലോചന നടത്തി ചെയ്യാൻ പോകുന്നത്. ഗോവിന്ദനോടുള്ള നിൻ്റെ സ്നേഹം കളഞ്ഞിട്ട് നീ നിൻ്റെ ഭർത്താവിനും മകനും വേണ്ടി ഇനി ജീവിക്കണം. രണ്ടാനമ്മയായ നിനക്കൊരു പ്രാധാന്യവും അവൻ തരില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും നീ ഇനി നല്ലതിന് വേണ്ടി മാത്രമേ ഞങ്ങളോടൊപ്പം നിൽക്കാവൂ. അത് മാത്രമല്ല രാധികെ, നിൻ്റെ ജീവിതം നല്ല നിലയിലാകാനും നിനക്ക് നല്ലൊരു വിലയും മര്യാദയും ഉണ്ടാക്കാനും ഞാനും ഉണ്ടാവും നിന്നോടൊപ്പം. പക്ഷേ നമ്മളിനി അറയ്ക്കൽ തറവാട്ടിൽ വെച്ച് കണ്ടാൽ സ്നേഹത്തോടെയുള്ള സംസാരവും പ്രകടനവും ഒന്നും വേണ്ട. അവിടെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ട ആ ഗീതുവിന് 4 കണ്ണ.
അല്ല 6 കണ്ണ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. അറയ്ക്കൽ തറവാട്ടിലെ ഓരോ മൂലയിലും ഗീതുവിൻ്റെ കണ്ണുകളുണ്ട്. എന്തായാലും നമ്മളിനി ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് അനാർക്കലിയുടെ വീട്ടിൽ വെച്ചായിരിക്കും. അവിടെ വെച്ചായിരിക്കും നമ്മൾ ഗൂഢാലോചനകൾ നടത്തുന്നത്. എന്താ പോരെ മോനെ? മതി അച്ഛാ മതി. എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കൊരാൾ കൂട്ടുണ്ടാവണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെന്തായാലും നടന്നു, സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഭയങ്കര ത്രില്ലോടുകൂടെ നിൽക്കുക. ഈ സമയം വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത്. ഗീതു അവിടെ എത്തി. ഹോ, എന്നാലും നിങ്ങൾ എന്താ ൊക്കെ സംഭവിച്ചിട്ട് പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത്? അതിന് കുറുവാ സംഘമല്ലേ അമ്മ അതൊക്കെ ചെയ്തത്. പിന്നെ എങ്ങനെയാ പോലീസിന് പരാതി കൊടുക്കുന്നത്? അവരന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോഴേക്കും കുറുവാ സംഘം നാട് വിട്ട് കാണും. അത് കേട്ടതും കുറുവാ സംഘമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആ സത്യദാസും ആ വീട്ടിലുണ്ടല്ലോ. ഓ, അപ്പം അമ്മക്ക് അറിയാം സത്യദാസ് തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന്. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓ, സത്യദാസ് അങ്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അയാളൊരു മാന്യനാ. അങ്ങനെയുള്ളപ്പോൾ അയാൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ഓ, അങ്ങനെ ആരും നീ കണ്ണുടച്ച് വിശ്വസിക്കൊന്നും വേണ്ട. അല്ല, സത്യദാസ് അങ്കള് എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ? എന്നാ പിന്നെ പറമ്മേ, അത് തുറന്നു പറ. അത് കേട്ടതും ഇവൾ എന്നെ പരീക്ഷിക്കുവാണോ? എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ നോക്കുവാണെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെ ഞാൻ വായോർന്ന് പറയില്ലടി. നീ തോട് ചാടിയാലേ ഞാൻ 6 ചാടും. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാ ഞാൻ എന്നും വിജയലക്ഷ്മി മനസ്സിലാലോചിക്കുക. അമ്മ എന്താ ആലോചിക്കുന്നേ? ഈ സത്യദാസും വരുണേട്ടനും കൂടെ ചേർന്ന് ആ സ്വർണം മോഷ്ടിച്ച് കുറുവാ സംഘത്തിൻ്റെ തലയിലിട്ടിട്ട് അവസാനം അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ അഭിനയിച്ച് കുറുവാ സംഘമാണ് മോഷ്ടിച്ചതെന്നും പറഞ്ഞ് ആ സ്വർണം തിരിച്ചു തന്ന് അതൊക്കെ ചെയ്ത് എനിക്കും ഗോവിന്ദേട്ടനെല്ലാം മനസ്സിലായി. മതി മതി, നിർത്ത്. മര്യാദയ്ക്ക് കൊണ്ട് കേസ് കൊടുക്കാൻ നോക്ക്. ദേ, അത് കുടുംബ സ്വത്താ. അത് കൊണ്ടുപോയി ആരെങ്കിലും കള്ളന്മാർക്ക് കൊടുക്കാനുള്ളതല്ല. ഇന്ന് തന്നെ അത് ലോക്കറിൽ വെക്കണം. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് അത് എടുത്താൽ മതി. എന്ത് പ്രശ്നം? അപ്പോൾ പ്രശ്നം ഉണ്ടാവുമെന്ന് നമുക്കറിയാം. പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഞാൻ പരിഹരിക്കാം. അത് കേട്ടത് വേണ്ട വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്തായാലും ഇപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം. അതെ, ഞാനൊന്ന് വീട് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. വീട്ടിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഗീതു അങ്ങ് പോവുക. ഈ സമയം വിജയലക്ഷ്മി, ഈശ്വര, സത്യദാസ് എന്ന ഭാസ്കരൻ കാരണം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? പേടിയാവുന്നല്ലോ ദൈവമേ, എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറയുകയാണ്. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഭദ്രനെയാണ്. ഓം ഓം ഹ്രീം ഭുവസ്വഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജ ചെയ്യുക. അപ്പോഴേക്കും വിലാസിനെയാണെങ്കിൽ പുറകിൽ നിന്നിട്ട് ദേവി ഭഗവതി രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഈ സമയം ഗീതു വരിക. അല്ല, എന്താ അച്ഛൻ സ്വാമി കാണിക്കുന്നേ? ഓ, മോള് വന്നോ മകളെ? നിനക്ക് നല്ലതേ വരൂ. ഓം നന്മേ ഭവ എന്നും പറഞ്ഞുകൊണ്ട് മതി മതി, ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടെ സ്വന്തം വീട്ടിലൊരുത്തൻ കുടിച്ചു പൂസായി ലെക്ക് കെട്ട് കിടക്കുന്നത് പോലും അറിയാതെ അച്ഛൻ സ്വാമി എന്താ ചെയ്യണേ എന്നും ഗീതുവിൻ്റെ ചോദ്യം. ഇത് കേട്ടത് മോളെ ഭവതേ, എന്ത് ചെയ്യാനാ, എനിക്കിങ്ങനെ ചെയ്തല്ലേ പറ്റൂ. ഈ പൂജാരി പൂജ ചെയ്യുന്നതിൻ്റെ കാശെല്ലാം ഒരു ബില്ലാക്കി ഞാൻ എത്രയും പെട്ടെന്ന് അത് AGM-ലേക്ക് അയക്കാം. ആ ബില്ലൊക്കെ അച്ഛൻ സ്വാമിയുടെ സഞ്ചിയിലേക്ക് ഇട്ടാൽ മതി. എന്താ മോളെ പറയുന്നൊന്നും മനസ്സിലായില്ല. ആ ബില്ലൊക്കെ മടക്കി കൂട്ടി പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതിയെന്ന്. ഞാനിപ്പോൾ വന്നതേ വിനോദിനെ കാണാനാ. ദേ, ഒരു കാര്യം ഞാൻ പറയാം. എന്താ ഇവിടെ നടക്കുന്നേ? വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ ഒരുത്തൻ വീട്ടിനകത്ത് കയറി മൂക്കറ്റം കുടിക്കുന്നത് നിങ്ങളൊന്നും കാണുന്നില്ല എന്നും വിലാസിനെ ചോദിക്കുന്നത് കേട്ട് നമ്മുടെ ഭദ്രൻ ആലോചിക്കുകയാണ്. ഏയ്, നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല പോതെ. കൂടുതലൊന്നും പറയണ്ട. ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മ വന്നേ, എല്ലാവരും ഇവിടെ നിന്നും പൊയ്ക്കോളണം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ. അവൻ ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവനെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു നേരെ മുറിയിലേക്ക് ചെല്ലുക. വിനോദേ, വാതിൽ തുറക്കടാ. എടാ, വാതിൽ തുറക്കാൻ. അപ്പോൾ വിനോദ് ബോധം കെട്ട് മൊത്തം പൂസായി ഇങ്ങനെ കിടക്കുക. എടാ, നിന്നോടാ പറഞ്ഞത് വാതിൽ തുറക്കാൻ. അപ്പോഴത്തേക്ക് വിനോദ് പതുക്കെ എഴുന്നേറ്റ് ഒന്ന് വാതിൽ തുറന്നു. ഈ സമയം അകത്തേക്ക് കയറി നോക്കിയ ഗീതു കണ്ടത് കുടിച്ച ഗ്ലാസും കുടിച്ച കുപ്പിയും മിച്ചറും അതും ഇതൊക്കെ അവിടെ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ് വിനോദ് ലെക്ക് കെട്ട് കിടക്കുന്നത്. അത് കണ്ടതും ഗീതു വിനോദിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു. എടാ നാറി, വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ് നീ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഞങ്ങൾ അറിയുന്നില്ല എന്ന് കരുതിയല്ലേ? ഇന്ന് മുതൽ നിൻ്റെ ജോലി ഞാൻ ക്യാൻസലാക്കും. മര്യാദയ്ക്ക് AGM-ൽ വന്നിരുന്ന് ജോലി ചെയ്തോളാം. അയ്യോ ചേച്ചി, അത് വേണ്ട, ഞാനിവിടെ ഇരുന്ന് മര്യാദയ്ക്ക് ചെയ്തോളാം. നീ മര്യാദയ്ക്ക് ജോലി ചെയ്യുവാണല്ലേ? ഇന്നലെ തന്നെ നിനക്ക് ഇനി മുതൽ വീട്ടിലിരുന്നുള്ള ജോലി ഇല്ല, AGM-ൽ വന്നിരുന്ന് വേണമെന്ന് മെസ്സേജ് അയച്ചിരുന്നോ? എന്നിട്ട് നീ ആ മെയിൽ പോലും നോക്കിയിട്ടില്ല.
അങ്ങനെയുള്ള നീ എന്ത് ജോലി ചെയ്യോടാ? നിനക്കെന്താ, ഞാൻ നിന്റെ ചേച്ചി ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് ശമ്പളം തരുമെന്ന് കരുതിയോ? മര്യാദയ്ക്ക് ഇന്ന് മുതൽ പോയി ഓഫീസിൽ കയറിക്കൊള്ളാം. ആ പാവം പെൺകൊച്ചൻ നിന്നോട് എന്ത് പഴിച്ചടാ എന്നും ചോദിച്ചുകൊണ്ട് ഗീതു കുറേ തല്ലി. അതിനുശേഷം ഗീതു ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഈ സമയം ഭദ്രൻ ഓം ഹ്രീം സ്വാഹ, എൻ്റെ മോന് നന്മയേ വരൂ സ്വാഹ എന്നും പറഞ്ഞുകൊണ്ട് പറയാം. അച്ഛ ഒന്ന് പോച്ച, ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇനിയെങ്കിലും നന്നായി ജീവിക്കും മോനെ, എന്നാലേ എല്ലാം നല്ലതേ നടക്കൂ. നിനക്ക് നന്മയുണ്ടാകാൻ ഈ പാവപ്പെട്ട അച്ഛന് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. ഓം നന്മയേ സ്വാഹ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ വിനോദിൻ്റെ തലയ്ക്ക് മേലെ കൈവച്ചിങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.